Dear students, നമ്മൾ ഇന്ന് ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നോക്കി. സോ എങ്ങനെയാണ് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റുക, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക? ഓക്കെ, so it has already been stated that cost of capital plays an important central role in decision making, especially related to financial matters or financial management. Clear? So however, the determination of cost of capital of the firm is not an easy task because of both conceptual problems as well as uncertainties of proposed investments and the pattern of financing. പക്ഷേ ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അല്ലേ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ്. കാരണം എന്താ, ദർ ആർ സർട്ടൻ പ്രോബ്ലം റിലേറ്റഡ് ടു കൺസെപ്ച്വൽ, കൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കൺസെപ്ച്വൽ പ്രോബ്ലംസ് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? അതുപോലെ തന്നെയാണ് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക് എന്ന് പറയുന്നത് ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ആ അൺസർട്ടനിറ്റീസ്, പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വരാൻ സാധ്യതയുള്ള റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, അതുപോലെ തന്നെ പാറ്റേൺ ഓഫ് ഫിനാൻസിങ്, ഇതെല്ലാം ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഘടകമായതുകൊണ്ട് ഇതിൻ്റെ ഡിഫിക്കൽട്ടീസ് എല്ലാം ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലും വരാം. So the major problems concerning determination of cost of capital is discussed below. Clear? അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് മാത്രമാണ് ഇവിടെ പറയുന്നത്. So what are the problems that may crept into the determination in the process of determining cost of capital? Clear? So while we are making determining cost of capital, what are the problems that may crept into the process? Number one, conceptual controversies regarding the relationship between the cost of capital and the capital structure. Clear? Conceptual ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഇവിടെ ഉണ്ട്. ക്ലിയർ? സോ കൺസെപ്റ്റ്സ് കോൺട്രവേഴ്സീസ് എന്ന് വേണമെങ്കിൽ പറയാം. ദർ ആർ ന്യൂമറസ് തിയറീസ് അവൈലബിൾ റിലേറ്റഡ് ടു ക്യാപിറ്റൽ സ്ട്രക്ചർ, ഡിവിഡൻഡ് പോളിസി, ഇങ്ങനെ കുറേയധികം തിയറീസ് ഒക്കെ ഉണ്ട്. ഈ തിയറീസ് പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള തിയറീസ് ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള തിയറീസ് ഉണ്ടാവും. ക്ലിയർ? ആ രീതിയിൽ ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കേസിലും അത്തരത്തിലുള്ള കോൺട്രഡിക്ടറി ആയിട്ടുള്ള തിയറീസ്, ക്ലിയർ, അത് വരുന്നതുകൊണ്ട് അതൊരു കൺസെപ്ച്വൽ കോൺട്രവേഴ്സീസ് ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ക്ലിയർ? സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയുമ്പോൾ ബന്ധമില്ല, ചിലർ പറയുന്നു ബന്ധമുണ്ടെന്ന്, ചിലർ പറയുന്നു കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനനുസരിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തേണ്ടി വരും. ക്ലിയർ? ചിലർ പറയുന്നു അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇങ്ങനെ കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ക്ലിയർ, അത് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കേസസിൽ വരുമ്പോൾ. സോ ദർ ആർ സർട്ടൻ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. ക്ലിയർ? 4-5 തിയറീസ് ഉണ്ട്. ഇപ്പോൾ ഈ തിയറീസിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് തിയറീസൊക്കെ എന്ത് ചെയ്യുന്നു, ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും വാല്യൂ ഓഫ് ദ ഫേമും ഒക്കെ ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടാണെന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറെ ചില തിയറിസ്റ്റുകൾ പറയണത് അതല്ല, അങ്ങനെ ബാധിക്കില്ല എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺസെപ്ച്വൽ കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ കൺസെപ്ച്വൽ ഡിഫറൻസ് നമുക്ക് അവിടെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ട് പറയാൻ പറ്റും. സോ ഡിഫറെൻറ്റ് തിയറീസ് ഹാവ് ബീൻ പ്രൊപ്പൗണ്ടഡ് ബൈ ഡിഫറെൻറ്റ് ഓതേഴ്സ് എക്സ്പ്ലെയിനിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യാപിറ്റൽ സ്ട്രക്ചർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം. ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ തൽക്കാലം നോക്കുന്നത്. ക്ലിയർ? ക്യാപിറ്റൽ സ്ട്രക്ചർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ വാല്യൂ ഓഫ് ദ ഫേം. ഈ 3 തമ്മിൽ ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്, ഇത് തമ്മിൽ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് ചില ആൾക്കാർ പറഞ്ഞു. ഇത് 3 വ്യത്യാസമാണ്, ഇതിൽ ഇൻ്റർ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല എന്ന് ചില ആൾക്കാർ പറഞ്ഞു. ഇങ്ങനെയുള്ളൊരു കൺസെപ്ച്വൽ പ്രോബ്ലം നിലനിൽക്കുന്നുണ്ട്. സോ this has led to the or resulted into various conceptual difficulties. Clear? So according to net income approach, ഇപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് തിയറീസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ നമുക്ക് ഫ്രെയിം ചെയ്യാം, ക്യാപിറ്റൽ സ്ട്രക്ചറും ഫേമിൻ്റെ വാല്യുവേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ നേച്ചർ അനുസരിച്ച് ഫേമിൻ്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യാൻ സാധ്യതയുണ്ടോ?
ക്ലിയർ? അപ്പോൾ ഫേമിൻ്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുകയാണെങ്കിൽ അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് തിയറീസ് ഉണ്ട്. ഈ തിയറീസിനെയാണ് നമ്മൾ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ പ്രധാനമായിട്ടും അങ്ങനെ വരാവുന്ന തിയറീസ് എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ അതിനെക്കുറിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ നോക്കാം, എങ്കിലും നമ്മൾ പറഞ്ഞിരിക്കാൻ വേണ്ടി, ക്ലിയർ, നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്ന ഒരു അപ്രോച്ച്, അതിന് NI അപ്രോച്ച് എന്നാണ് പറയുക, NI അപ്രോച്ച്. ക്ലിയർ? നമ്പർ 2 എന്ന് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ഉണ്ട്. ക്ലിയർ? സോ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. മൂന്നാമത്തത് ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനെ മിഡ് വേ മെത്തേഡ് എന്നൊക്കെ പറയും. ട്രഡീഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ മിഡ് വേ അപ്രോച്ച് എന്നൊക്കെ പറയും. ക്ലിയർ? നമ്പർ 4 MM അപ്രോച്ച് എന്ന് പറയും. ക്ലിയർ? മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച്. മോഡിഗ്ലിയാനി മില്ലറും കൊണ്ടുള്ള അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ക്ലിയർ? MM അപ്രോച്ച് എന്നാണ് പറയുന്നത്. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട തിയറീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ തിയറീസും ചില ഇതാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നെറ്റ് ഇൻകം അപ്രോച്ചിൻ്റെ കേസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആൻഡ് ദി ട്രഡീഷണൽ തിയറീസ്, ക്ലിയർ, ഇത് രണ്ടും നോക്കുന്ന സമയത്ത് ബോത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ഓഫ് ദ ഫേംസ് ഹാവ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദി മെത്തേഡ് ഓഫ് ഫിനാൻസിങ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ നേച്ചർ അനുസരിച്ച്, മെത്തേഡ് ഓഫ് ഫിനാൻസിങ് അനുസരിച്ച്, സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഫേമിൻ്റെ വാല്യുവേഷനിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ എന്ത് വരാം, ചേഞ്ചസ് വരും, അല്ലെങ്കിൽ വ്യത്യാസം വരും. ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ബി ഗെറ്റ് അഫക്റ്റഡ് ബിക്കോസ് ഓഫ് ദി ഡിസിഷൻ ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ, ബിക്കോസ് ഓഫ് ദി ഇൻകോർപ്പറേഷൻ ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്നുള്ള രീതിയിലാണ് ഈ 2 തിയറികളും പറയുന്നത്. ഓക്കെ. So both the cost of capital and value of the firm, clear, has direct relationship with the method and level of financing. Then, in their opinion, a firm can minimize the weighted average cost of capital and increase the value of firm by using debt financing. അപ്പോൾ നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച് അനുസരിച്ച് ഒരു പരിധി വരെ, പ്രത്യേകിച്ച് നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് പറയുന്നത് കൂടുതൽ ഡെപ്റ്റ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, ഡെപ്റ്റ് ഉൾപ്പെടുത്തുന്നതനുസരിച്ച് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുമ്പോൾ അല്ലേ എന്ത് സംഭവിക്കും? വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുകയാണ്. ക്ലിയർ? അതിന് എന്ത് ചെയ്താൽ മതി? ഡെപ്റ്റ് കൂടുതൽ ഉൾപ്പെടുത്തിയാൽ മതി, ഡെപ്റ്റിൻ്റെ പ്രപ്പോർഷൻ കൂടുതൽ ഉൾപ്പെടുത്തിയാൽ മതി എന്നാണ് നെറ്റ് ഇൻകം അപ്രോച്ച് പറയുന്നത്. ക്ലിയർ? ഒരു പരിധിവരെ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു മിഡ് വേ അപ്രോച്ചാണ്. ക്ലിയർ? അതൊരു പരിധിവരെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറയും, പിന്നീട് അതിനുശേഷം വാല്യൂവിനെ അഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രഡീഷണൽ അപ്രോച്ചിലും ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മറ്റ് മെത്തേഡ് നമ്മൾ ഓൺ ദി അതർ ഹാൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, NOI അപ്രോച്ച് എന്ന് പറയും. ക്ലിയർ? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ആൻഡ് MM അപ്രോച്ച്, മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച്, ഈ 2 അപ്രോച്ച് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നേച്ചർ അനുസരിച്ച് പറയുകയാണെങ്കിൽ, ക്ലിയർ, ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ, സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ, അത് ഡെപ്റ്റ് ആണോ ഇക്വിറ്റി ആണോ പ്രിഫറൻസ് ആണോ എന്നുള്ളത്, ക്ലിയർ, അല്ലെങ്കിൽ കോമ്പോസിഷൻ എന്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല? ഇൻ ദ ലോങ് റൺ ഫേമിൻ്റെ വാല്യൂവിനെയോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയോ ഒന്നും അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ആര് പറയണത്? ഈ 2 തിയറികളും പറയുന്നത്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും NOI അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ആൻഡ് MM അപ്രോച്ച്. ക്ലിയർ? മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച്. ഓക്കെ. പക്ഷെ ഇതിന് ലിമിറ്റേഷൻ ഉണ്ട്. ക്ലിയർ? അപ്പം ഇങ്ങനെ ഇവർ പറയുന്നുണ്ടെങ്കിൽ പോലും, അപ്പം മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് പ്രത്യേകിച്ച് ഒരു മോഡേൺ അപ്രോച്ചാണ്. ക്ലിയർ? അത് ചില അസംഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഒരു പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എഫിഷ്യൻറ്റ് മാർക്കറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ക്ലിയർ? അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് സെറ്റിംഗ്സ് ഓഫ് ഓൾ ദ ഫേംസ് ഹാവ് ഐഡൻറ്റിറ്റിക്കൽ റിസ്ക്, എല്ലാ ഫേമുകൾക്കും ഐഡൻറ്റിറ്റിക്കൽ റിസ്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രമേ ഉള്ളൂ, മാർക്കറ്റ് റിസ്ക് മാത്രമാണ് അഫക്റ്റ് ചെയ്യുക. ഇങ്ങനെ കുറേയധികം അസംഷൻ, എഫിഷ്യൻറ്റ് മാർക്കറ്റ് സിറ്റുവേഷനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്, ഒരു പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അതുകൊണ്ട് തന്നെ MM അപ്രോച്ചിന് അങ്ങനെ ഒരു ലിമിറ്റേഷൻ. ഓക്കെ. അതുപോലെ തന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും ഇങ്ങനെയുള്ളൊരു കാര്യമാണ് പറയുന്നത്. ക്ലിയർ? ഈവൻ ദോ അവിടെ ഇത്തരത്തിലുള്ള അസംഷൻ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ പോലും
അതും എന്ത് ചെയ്യുന്നു, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഡിസിഷൻ ഫേമിൻ്റെ വാല്യുവേഷനെയോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയോ ഒന്നും ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ കോൺസെപ്റ്റ് എന്താ, നമ്മുടെ കോൺസെപ്റ്റ് ഒരു ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ചാണ് അല്ലേ. ഈ കോൺസെപ്റ്റിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കുള്ള റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ഓതേഴ്സ് തമ്മിൽ തന്നെ എന്തില്ല, ഒരു യുനാനിമിറ്റി ഓഫ് ഒപ്പീനിയൻ ഇല്ല. ഇപ്പം ചിലർ പറയുന്നു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലർ പറഞ്ഞു അല്ലാതെ, ചിലർ പറഞ്ഞു വാല്യൂ ഓഫ് ദ ഫേമിനെ ബാധിക്കുന്നു, ചിലർ പറഞ്ഞു ബാധിക്കില്ല, ചിലർ പറഞ്ഞു ക്യാപിറ്റൽ സ്ട്രക്ചർ വാല്യൂ ഓഫ് ദ ഫേമും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിൽ ബന്ധമുണ്ടെന്ന് ചിലർ പറഞ്ഞു ഇല്ല. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് തിയറികൾ ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള കൺസെപ്ഷൻ പ്രോബ്ലമാണ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ ഡിഫിക്കൽട്ടി. ക്ലിയർ? രണ്ടാമത്തെ ഡിഫിക്കൽട്ടി എന്താണെന്ന് നോക്കുക, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വേഴ്സസ് ഫ്യൂച്ചർ കോസ്റ്റ്. അതൊരു ഡിഫിക്കൽട്ടിയാണ് അല്ലേ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് നമുക്ക് എളുപ്പത്തിൽ അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ കോസ്റ്റ് എന്ത് ചെയ്യണം, പ്രിഡിക്റ്റ് ചെയ്യണം. ക്യാഷ് ഇൻഫ്ലോസിനെ എസ്റ്റിമേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്യാഷ് ഔട്ട് ഫ്ലോസിനെ എസ്റ്റിമേറ്റ് ചെയ്യണം. ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള കോസ്റ്റിനെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യണം. ഫ്യൂച്ചർ അൺസർട്ടൺ ആണ്, റിസ്ക് ഇൻവോൾവ് ചെയ്യുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം ഏരിയ ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. ക്ലിയർ? So it is on account of the difference of opinions regards the concept of cost itself. Clear? So it is argued that historical costs are book costs and which are related to the past and are irrelevant for the decision making process. ചില ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത്, ഇത് ബുക്ക് കോസ്റ്റ് ആണ്, പാസ്റ്റ് കോസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്, അതിനെ ഉപയോഗിച്ചിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ചിലർ പറഞ്ഞു. പക്ഷെ ചിലർ പറയുന്നുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് എടുക്കാൻ, കാരണം ഇത് ഫ്യൂച്ചറിലേക്കുള്ളൊരു ട്രെൻഡാണ് കാണിക്കുന്നത്, അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കഴിയും എന്ന് ചിലർ പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ വരുന്നൊരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അതും ഇതൊരു പ്രോബ്ലമായിട്ട് നമുക്ക് പറയാം. സോ ഇൻ ദെയർ ഒപ്പീനിയൻ ഫ്യൂച്ചർ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആർ മോർ റിലവൻറ്റ് ദാൻ ഡിസിഷൻ മേക്കിംഗ്. ക്ലിയർ? ചിലർ പറയുന്നു ഫ്യൂച്ചർ കോസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ചിലർ പറയുന്നു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ചിലർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മറ്റുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയും, ചിലർ ഫ്യൂച്ചർ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിസൈഡ് ചെയ്യേണ്ടതാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഫ്യൂച്ചർ കോസ്റ്റും ഹിസ്റ്റോറിക്കൽ കോസ്റ്റും തമ്മിലുള്ള ഇതിൻ്റെ റിലവൻസിനെ സംബന്ധിക്കുന്ന ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും ഒരു പ്രോബ്ലം ഏരിയ ആയിട്ട് നമുക്ക് പറയാം. ദെൻ പ്രോബ്ലംസ് ഇൻ കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ക്ലിയർ? അതുപോലെ തന്നെ പ്രോബ്ലം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ അല്ലേ. ഒരു പ്രധാനപ്പെട്ട യാർഷികം, ഏതൊരു കമ്പനിക്കും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, ഓണേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ഉണ്ടാവും. ഈ ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ അവരുടെ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് പെട്ടെന്ന് അസർട്ടൈൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്താ കാരണം, ഓരോ ഇൻവെസ്റ്റർക്കും ഓരോ തരത്തിലായിരിക്കും അവരുടെ എക്സ്പെക്റ്റേഷൻ അല്ലേ. ഇപ്പം ഞാനൊരു ഇൻവെസ്റ്ററാണ്, ഷെയർ ഹോൾഡർ ആണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റേറ്റ് ഓഫ് മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ല മറ്റൊരാൾ ഷെയർ ഹോൾഡർ ആകുമ്പോൾ അയാൾ എക്സ്പെക്ട് ചെയ്യുക. ഒരേ കമ്പനിക്ക് തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ഇവർക്കൊക്കെ ഒരേ യൂണിഫോമായിട്ടുള്ളൊരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കില്ല. ചില ആൾക്കാർക്ക് 10% മതി എന്നുണ്ടാവും, ചില ആൾക്കാർക്ക് 15% വേണമെന്നുണ്ടാവും. ഇങ്ങനെ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം അല്ലേ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇത്തരത്തിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ, അതിൽ വരുന്ന വ്യത്യാസം, അത് ഒരു പരിധി വരെ എന്തിനെ ബാധിക്കുന്നു അല്ലേ. it is very difficult to estimate clear precisely what is the cost of equity. So computation of cost of equity capital depends upon the expected rate of return by its investors. Clear? So the quantification of the expectation of equity shareholders is very difficult task because there are many factors influencing their valuation about the firm. ക്ലിയർ? ഒരു ഫേമിൻ്റെ വാല്യുവേഷനുമായി അവർ ഫേമിനെ വാല്യൂ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഓരോ ആൾക്കാരും വ്യത്യസ്ത തരത്തിലായിരിക്കും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ റിക്വയർമെൻറ്റ് വ്യത്യാസമായിരിക്കും, ഒരാളുടെ നേച്ചർ വ്യത്യാസമായിരിക്കും, റിസ്ക് ആപ്പറ്റൈറ്റ് വ്യത്യാസമായിരിക്കും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തത. ക്ലിയർ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് എക്സാക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രോബ്ലമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ദെൻ പ്രോബ്ലംസ് ഇൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സിൻ്റെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നതിൽ വന്നിട്ടുള്ള പ്രോബ്ലം. ക്ലിയർ? സോ വാട്ട് ആർ ദി പ്രോബ്ലംസ് അല്ലേ. റിട്ടേൺ ഏർണിങ്സ് നമുക്കറിയാം. റിട്ടേൺ ഏർണിംഗ് ഒരു സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആണോ അല്ലേ? ഇപ്പം ചിലർ പറയുന്നു റിട്ടേൺ ഏർണിംഗ് ഷുഡ് ബി ടേക്കൺ ആസ് എ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ, ചിലർ പറയുന്നു അത് വേണ്ട. ക്ലിയർ? എന്താ റിട്ടേൺ ഏർണിങ്സിന് ഒരു സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആണോ എന്ന് പറയാൻ കാരണം, നമുക്കറിയാം പ്രോഫിറ്റിൽ നിന്ന് മിച്ചം വെച്ചുള്ള എമൗണ്ട് അല്ലേ, എടുത്ത് വെച്ച് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. കമ്പനിയുടെ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സിനൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. നിങ്ങളൊരു പക്ഷേ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് തന്നെ നോക്കുകയാണെങ്കിൽ ചില കമ്പനി അല്ലേ, വലിയ കമ്പനികളൊക്കെ എടുത്ത് നോക്കുക, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എടുത്ത് നോക്കുക, അവിടെ
ആയിരക്കണക്കിന് 10,000 കോടി രൂപയായിരിക്കും റിസർവ്സ് സർപ്ലസിൽ ഉണ്ടാവുക. ഇത് പെട്ടെന്നുണ്ടായതാണോ? അല്ല, 10-50 വർഷങ്ങളായിട്ട് അവർ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ റിസർവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10,000 കോടി, 20,000 കോടി, അല്ലെങ്കിൽ 22,000 കോടി, 30,000 കോടി രൂപയൊക്കെ, അല്ലെങ്കിൽ 5,000 കോടി, 7,000 കോടി രൂപയൊക്കെ എന്തുണ്ടാവും? റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ടാവും. അപ്പോൾ ഫ്യൂച്ചറിൽ വരാവുന്ന ഒരു പർപ്പസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നീഡ്സ്, റിക്വയർമെൻറ്റ്സിനൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വലിയൊരു സോഴ്സാണ് റീറ്റെയിൻ ഏർണിങ്സ് ആയിട്ട്. ക്ലിയർ? അതങ്ങനെ ആയിട്ട് മാറുന്നു. കാരണം പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് വയ്ക്കുന്നതാണ്, ഡിവിഡൻഡ് കൊടുക്കാതെ എടുത്ത് വയ്ക്കുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഈ റീറ്റെയിൻ ഏർണിങ്സിന് കോസ്റ്റ് ഉണ്ടോ? ഇതൊരു സോഴ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ക്ലിയർ? അപ്പോൾ റീറ്റെയിൻ ഏർണിങ്സും ഒരു സോഴ്സാണ്, സോഴ്സ് ഓഫ് ക്യാപിറ്റലാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും? അപ്പോൾ നമ്മൾ ഉടനെ ചിന്തിക്കും, അല്ലേ, റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെയാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് റിട്ടേൺ ഏർണിങ്സ് എങ്കിൽ, ക്ലിയർ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നെയാണോ റിട്ടേൺ ഏർണിങ്സിൻ്റെ കോസ്റ്റ്? അപ്പോൾ ചിലർ പറയുന്നു ചില സിറ്റുവേഷൻ അങ്ങനെ എടുത്താൽ മതി, അല്ലേ. ചില സിറ്റുവേഷൻ അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? നമുക്കറിയാൻ പറ്റും, ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്, അല്ലേ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് മുഴുവൻ പൈസയും കൊടുത്തു എന്ന് വിചാരിക്കും, ലാഭം. റിട്ടേൺ ഏർണിങ്സ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. മുഴുവൻ പൈസയും ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാ പൈസയും, കിട്ടുന്ന പൈസ മുഴുവൻ അവരുടേതായിട്ട് വയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരും, അല്ലേ, ടാക്സസ് വരും, ഇൻകം ആയിട്ട് കാണിക്കണം, ടാക്സ് വരും, ക്ലിയർ, പേഴ്സണൽ ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ആയിരിക്കും. ഇപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട്, ക്ലിയർ, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പൈസ മുഴുവൻ, കമ്പനി കൊടുക്കുന്ന പൈസ മുഴുവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇന്ത്യയിലെ നിയമം അനുസരിച്ച് നേരത്തേക്ക് ഒരു ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഉണ്ടായിരുന്നു. ക്ലിയർ? ഇപ്പോൾ കഴിഞ്ഞ ഒരു ബഡ്ജറ്റിൽ നമ്മളത് എടുത്തു കളഞ്ഞു. ഓക്കെ. എന്നിട്ട് പകരം ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ നിന്നും ടാക്സ് ചെയ്യാനാണ് അത് തീരുമാനിച്ചിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നേരത്തെ അത് കമ്പനികൾ തന്നെ അടയ്ക്കണം. അപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ CDT അടയ്ക്കണമായിരുന്നു. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ റിട്ടേൺ ഏർണിങ്സിനും അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷനും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓരോ ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻഡായിട്ട് കിട്ടുന്ന എമൗണ്ട് മുഴുവൻ അവരുടെ ആയിട്ട് മാറില്ല. കാരണം കുറേയധികം എമൗണ്ട് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ക്ലിയർ? ഇപ്പം ഇതിനെ പേഴ്സണൽ ടാക്സ് എന്നാണ് പറയുക. ഓരോ ഷെയർ ഹോൾഡേഴ്സിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള പേഴ്സണൽ ടാക്സ്. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പേഴ്സണൽ ടാക്സിൻ്റെ റേറ്റ് ഇത്രയാണെന്ന് പറഞ്ഞിട്ട് അസ്യൂം ചെയ്യും. എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഒരേ പേഴ്സണൽ ടാക്സ് ബ്രാക്കറ്റാണോ വരില്ല. ക്ലിയർ? വളരെ ഹൈ ഇൻകം ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് 30% ആയിരിക്കും ടാക്സ് റേറ്റ്. കുറച്ച് മിഡിൽ ഇൻകം വരുന്നവരാണെങ്കിൽ 20% ആയിരിക്കും. അതിൽ താഴെ വരുന്നവർക്ക് ചിലപ്പോൾ 5% ഉണ്ടാവുള്ളൂ, 10% ഉണ്ടാവും. ഇങ്ങനെ ടാക്സ് റേറ്റിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് പേഴ്സണൽ ടാക്സ് റേറ്റിലുള്ള വ്യത്യാസം, അല്ലെ, ഡിവിഡൻഡ് ഇൻകത്തിലും അത് പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരുടെയും, ക്ലിയർ, അവരുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഡിവിഡൻഡ് ക്ലിയർ കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് എത്ര റിട്ടേൺ കിട്ടുമായിരുന്നു എന്നുള്ളതിൽ വ്യത്യാസം വരാം. അപ്പോൾ അതിന് യൂണിഫോമായിട്ട് നമ്മളിവിടെ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ് പറഞ്ഞിട്ട് ഒരു റേറ്റ് നമ്മൾ എടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമ്മൾ നോർമൽ കേസിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അസ്യൂം ചെയ്യും. ഇനി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എല്ലാത്ത രീതിയിൽ ടാക്സ്, പേഴ്സണൽ ടാക്സ് ഒക്കെ വ്യത്യാസമായിട്ട് വരുന്ന രീതിയിൽ റിട്ടേൺ ഏർണിങ്സിൻ്റെ നമ്മൾ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ്? സെപ്പറേറ്റ് മെഷർ ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇതിൽ ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മെഷർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് വരാവുന്ന കമ്പ്യൂട്ടേഷണൽ ഡിഫറൻസ് കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സിലും വരാം. അപ്പോൾ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രോബ്ലമാണ്. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എല്ലാവർക്കും വേറെ വേറെ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ഓരോ ആളുടെയും കറക്റ്റായിട്ടുള്ളൊരു റേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ സാധാരണ നമ്മൾ അതിന് റിട്ടേൺ ഏർണിങ്സിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക? ക്ലിയർ? സോ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ് വിൽ ബി കാൽക്കുലേറ്റഡ് ആസ്, ക്ലിയർ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, ക്ലിയർ, ഇൻറ്റു 1 - T ആണ് ചെയ്യുക. ക്ലിയർ? ടാക്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. ഈ 1 - T ചെയ്യുന്ന സമയത്ത് ഈ ടാക്സ് T എന്ന് പറയുന്നത് ടാക്സ് റേറ്റ് ആണ്. ഇതിപ്പോൾ ഒരാൾക്ക് 10% ആയിരിക്കും 0.1 ഉള്ളൂ, വേറൊരാൾക്ക് ചിലപ്പോൾ 20% 0.2 ഇടേണ്ടി വരും. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു യൂണിഫോം റേറ്റ് വെച്ചിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതും ഒരു പ്രോബ്ലമാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കമ്പ്യൂട്ടേഷൻ. ദെൻ പ്രോബ്ലംസ് ഓഫ് assigning weights. ക്ലിയർ? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? വെയ്റ്റ് അസൈൻ ചെയ്യേണ്ടി വരുന്നു. ക്ലിയർ? ഈ വെയ്റ്റ്സ് എന്ന് പറയുന്നത്, ക്ലിയർ, നമ്മൾ ഓരോ സ്പെസിഫിക് കോസ്റ്റിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന വെയ്റ്റ് എന്ന് പറയുന്നത്, ക്ലിയർ, അത് ഓരോന്നിനും വേറെ വേറെ ആയിരിക്കും, അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ പല ആൾക്കാരും വ്യത്യസ്ത രീതിയിലായിരിക്കും ഇതിൻ്റെ വെയ്റ്റ് അസൈൻ ചെയ്യുക. 2 തരത്തിൽ സാധാരണ വെയ്റ്റ് അസൈൻ ചെയ്യാറുണ്ട്. ക്ലിയർ? ഒന്ന്, ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വെയ്റ്റ്സ്, അതിനെ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് എന്ന് പറയും. ക്ലിയർ? മാർക്കറ്റ് വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഏതൊക്കെയാണ് എത്രയാണെന്ന് നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെയ്റ്റ് അസൈൻ ചെയ്യാൻ അതിനെ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് എന്ന് പറയും.
ക്ലിയർ. ചില ആൾക്കാർ അതിന് ബുക്ക് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ, ക്ലിയർ, ബാലൻസ് ഷീറ്റിൽ എന്താണോ വില കാണിച്ചിരിക്കുന്നത്, എന്ത് വാല്യൂ ആണ് കാണിച്ചിരിക്കുന്നത് നോക്കി, എമൗണ്ട് എത്രയാണ് കാണിച്ചിരിക്കുന്നത് നോക്കി ആ ബുക്ക് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വെയ്റ്റ്സ് വരും, മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സും ബുക്ക് വാല്യൂ വെയ്റ്റ്സും. ഇപ്പോൾ ചില ആൾക്കാർ ബുക്ക് വാല്യൂ വെയ്റ്റ്സ് എടുക്കും, ചില ആൾക്കാർ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് എടുക്കും. ക്ലിയർ. അല്ലെങ്കിൽ ചില സമയത്ത് ബുക്ക് വാല്യൂ വെയ്റ്റ്സ് എടുക്കും, ചില സമയത്ത് മാർക്കറ്റ് വാല്യൂ എടുക്കും. അപ്പം ഇങ്ങനെ വരാവുന്ന പ്രോബ്ലം. ക്ലിയർ. അപ്പം ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ഏരിയ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കുന്നത്. ക്ലിയർ. ഓക്കെ. സോ എനിവേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ, കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തരത്തിലുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കമ്പ്യൂട്ടേഷൻ ചെയ്യാം. ക്ലിയർ. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്ലിയർ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദ ഫേം ക്ലിയർ ഇൻവോൾവ്സ് ഒരു ഫേമിൻ്റെ, ഒരു കമ്പനിയുടെ, ബിസിനസ്സിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നിശ്ചയിക്കണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ആദ്യം വേണം. ക്ലിയർ. ഒന്ന് അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഓഫ് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ. സ്പെസിഫിക് സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതിന് എന്ത് പറയും? സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയും. സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താ പറയുക? സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ. അപ്പോൾ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? അതിനുള്ള എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ക്ലിയർ. ഇപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നാലെണ്ണമായിട്ട് വരാവുന്നത്. ഇങ്ങനെ വരുന്ന ഓരോന്നും എന്താ? ഇത് വേറെയാണ്, ഇത് വേറെയാണ്, ഇത് വേറെയാണ്, ഇത് വേറെയാണ്. അതുകൊണ്ട് ഇതൊക്കെ വേറെ 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 കാൽക്കുലേറ്റ് ചെയ്യണം. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ ക്ലിയർ. അപ്പോൾ ഇക്വിറ്റി ഷെയർസിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു, റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയും? സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. ക്ലിയർ. ഓക്കെ. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓരോ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? വെയിറ്റേജ് കൊടുക്കും. എന്ത് വെയിറ്റേജാണ് കൊടുക്കുക? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്നുകിൽ മാർക്കറ്റ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ ബുക്ക് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? വെയിറ്റേജ് കൊടുക്കും. ക്ലിയർ. ഇങ്ങനെ വെയിറ്റേജ് കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ക്യാപിറ്റലിനെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ WACC എന്നാണ് പറയുക. WACC വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് ഫേമിൻ്റെ, കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ നിങ്ങൾ പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ കമ്പ്യൂട്ടേഷൻ വരുമ്പോൾ നോക്കാം. ക്ലിയർ. സിംപ്ലി ഇപ്പോൾ പറഞ്ഞാൽ എന്താണ്? നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഉണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനോടൊപ്പം വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ക്ലിയർ. അതുപോലെ ഇതുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതിനോടൊപ്പം വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ദെൻ കോസ്റ്റ് ഓഫ് ഡെറ്റ് ഉണ്ടെങ്കിൽ അതിനോടൊപ്പം വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ദെൻ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് കണ്ടുപിടിച്ച് അതിനോടൊപ്പം വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ടൊക്കെ എന്ത് ചെയ്യുന്നു? എല്ലാം കൂടെ ആഡ് ചെയ്യും, അതിൻ്റെ സമ്മേഷൻ എടുക്കുന്നു. ക്ലിയർ. സോ സമ്മേഷൻ ഓഫ് ഓൾ ദീസ് വിൽ ഗിവ് യു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ. അപ്പോൾ വെയിറ്റേജ് അസൈൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക? നോർമലി വെയിറ്റേജ് അസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ആക്കി മാറ്റുകയാണ് ചെയ്യുക. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സേ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ക്ലിയർ 100% ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100% എന്ന് വിചാരിക്കുക. അതിൽ 60% ഇക്വിറ്റിയാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് എത്ര കൊടുക്കുന്നു? 0.6 കൊടുക്കുന്നു. ക്ലിയർ. അതുപോലെ തന്നെ 20% പ്രിഫറൻസ് ഷെയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു? 0.2 കൊടുക്കുന്നു. ക്ലിയർ. ദെൻ അടുത്ത 20% ഡെപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ 0.2 കൊടുക്കുന്നു. ക്ലിയർ. ഇപ്പോൾ ടോട്ടൽ നമുക്ക് 1 ആയി. ക്ലിയർ. ഇങ്ങനെ ഓരോ കോഴ്സസിനും വെയിറ്റ് അസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വാല്യൂ അസൈൻ, വെയിറ്റ് അസൈൻ ചെയ്യുന്നു. എന്തിനനുസരിച്ച്? ഇൻ പ്രൊപ്പോർഷൻ ടു ദി ഈച്ച് ക്യാപിറ്റൽ, ക്ലിയർ, പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ടു ദി ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ടോട്ടൽ ക്യാപിറ്റലിൽ വരുന്ന ടോട്ടൽ ക്യാപിറ്റലൈസേഷനിൽ ഓരോ സോഴ്സസിൻ്റെയും പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ക്ലിയർ. ഈ പ്രൊപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എമൗണ്ട് രണ്ട് രീതിയിൽ എടുക്കാം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒന്നുകിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ക്ലിയർ എമൗണ്ട് എടുക്കുന്നു, ക്യാപിറ്റൽ കൊടുക്കുന്നു, തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയും. അതല്ലെങ്കിൽ ബുക്ക് വാല്യൂ ഓഫ് ദി ക്യാപിറ്റൽ, ക്ലിയർ, ബുക്ക് വാല്യൂ ക്യാപിറ്റലൈസേഷൻ എടുക്കും. ക്ലിയർ. അപ്പം ഇങ്ങനെ എടുത്ത് നമ്മൾ ഓവറോൾ ക്യാപിറ്റൽ കണ്ടുപിടിക്കും. അപ്പോൾ ഇത് രണ്ടും കമ്പ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. ഇതിന് പുറമെ വേറൊരു കമ്പ്യൂട്ടേഷൻ കൂടി നമ്മൾ ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, MAC, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ. അവിടെയും വെയ്റ്റഡ് ആവറേജ് രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. ക്ലിയർ. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ആൾസോ ബി കാൽക്കുലേറ്റഡ് ഓൺ ദി വെയ്റ്റഡ് ആവറേജ് ബേസിസ്. ക്ലിയർ.
മാർജിനൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ? അപ്പോൾ അതും ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ ഓരോന്ന് നോക്കുന്നത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും സ്പെസിഫിക് കോസ്റ്റുകൾ എങ്ങനെ ആദ്യം ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഓരോന്നും കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ഓവറോൾ കോസ്റ്റ് ഓഫ് കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഒക്കെയാണ് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ പ്രോബ്ലംസും ഇൻവോൾവ് ചെയ്യും, അതിൻ്റെ തിയറിറ്റിക്കൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം.